നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വെലോ ക്ലബിനെതിരെ രണ്ടാം പകുതിയിലാണ് നെയ്മർ ജൂനിയർ സാന്റോസിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മുതൽ അദ്ദേഹം സൂപ്പറായിട്ടുള്ള പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ നെയ്മർ ജൂനിയറെ ഫൗൾ ചെയ്യാനും അദ്ദേഹത്തിന് പരിക്കേൽക്കും വിധം ടാക്കിൾ ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ വെലോ ക്ലബിൻ്റെ താരങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു. അത് വളരെ ശക്തമായ രൂപത്തിൽ വന്നത് അവരുടെ 13-ാം നമ്പറിൽ നിന്നാണ്. പലവട്ടം അയാൾ നെയ്മർക്കെതിരെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി. ഒരു ഘട്ടത്തിൽ ഈവൻ നെയ്മറുടെ ആംഗിളിൽ ചവിട്ടുന്ന തരത്തിൽ പോലും അയാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്കിൾ നടത്തി. നെയ്മർ അതിൽ ക്ഷുഭിതനായി പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് സാന്റോസിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട്. അതിൽ അവരിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: നെയ്മർക്ക് ലോകം മുഴുവനും ആരാധകരുണ്ട്. ഇതാ 13-ാം നമ്പർ ജേഴ്സി, വെലോ ക്ലബിൻ്റെ 13-ാം നമ്പർ ജേഴ്സിക്കാരൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. കളിയാക്കി ഇട്ടതാണ്. നെയ്മർ ജൂനിയറുടെ നേരെ വളരെ കടുത്ത ടാക്കിളാണ് അയാൾ നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അതുകൂടാതെ നെയ്മറെ പിടിച്ചു വെക്കുന്നു, നെയ്മറുടെ ജേഴ്സി പിടിച്ചു വലിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സാന്റോസ് FC. നെയ്മറും അതിനോട് ശക്തമായ രൂപത്തിൽ അയാൾക്കെതിരെ ഗ്രൗണ്ടിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അപ്പോൾ ഈ വെലോ ക്ലബിൻ്റെ ആരാധകർ ഈ മത്സരത്തിന് മുമ്പ് നടത്തിയ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ടീം പരിശീലനം നടത്തുന്ന ആ പരിശീലന ഗ്രൗണ്ടിലേക്ക് ആരാധകർ ഇൻവൈഡ് ചെയ്ത് എത്തുകയും അവർ പറഞ്ഞൊരു കാര്യം: നെയ്മർ നിങ്ങൾക്കെതിരെ കളിക്കുന്നുണ്ടെങ്കിൽ അവനെ ചവിട്ടി കൂട്ടണം, വേൾഡ് കപ്പിൽ നിന്ന് എടുത്ത് അവനെ പുറത്തിടണം എന്നാണ് ചിലർ പറഞ്ഞത്. അപ്പോൾ അത് നടപ്പാക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയതായിരുന്നോ അവരുടെ 13-ാം നമ്പർ ജേഴ്സിക്കാരൻ എന്നാണ് തോന്നുന്നത്. കളിക്കളത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ അയാൾ പലവട്ടം നടത്തുന്നത് കണ്ടു. എന്തായാലും സാന്റോസ് തന്നെ ഇത് സർക്കാസ്റ്റിക്കായ രൂപത്തിൽ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെയ്മർ ജൂനിയർ കളിക്കാനിറങ്ങുമ്പോൾ ആരാധകർക്കുള്ളൊരു ആവലാതി വേവലാതി ഇത് തന്നെയാണ്. പലരും ടാർഗറ്റ് ചെയ്ത് നെയ്മറെ ഫൗൾ ചെയ്ത് പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ അത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ അത് ആശങ്കാജനകമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.